കൊച്ചി കൊന്തുരുത്തിയിൽ ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി കൊലപാതകമെന്നാണ് സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വീട്ടുടമ ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ വീട്ടിലേക്കുള്ള വഴിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഹരിതകർമ്മസേന പ്രവർത്തകരാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രശാന്ത് ജോസഫ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇതെപ്പോഴായിരുന്നു സംഭവം? എന്താണ് പോലീസ് പറയുന്നത്? രാജേഷ്, ഇന്ന് രാവിലെയാണ് ഇവിടെ ഒരു വീട്ടിലേക്കുള്ള ഒരു ഇടുങ്ങിയ വഴിയിൽ ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ ഇവിടെ എത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതിന് സമീപത്തായി ജോർജ് എന്ന ഒരാൾ ഇരിക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. തുടർന്ന് ഇവർ വാർഡ് കൗൺസിലറെ വിവരമറിയിക്കുകയും വാർഡ് കൗൺസിലർ തേവര പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. തേവര പോലീസ് സ്ഥലത്തെത്തി ജോർജിനെ കസ്റ്റഡിയിലെടുത്തു. 61 വയസ്സുള്ളയാളാണ് ജോർജ് എന്നയാൾ. ഇയാളും ഭാര്യയുമാണ് ഇവിടെ വീട്ടിൽ താമസിച്ചിരുന്നത്. എന്നാൽ 2 ദിവസമായി ജോർജിന്റെ ഭാര്യ സ്ഥലത്തിലായിരുന്നു. ഇവർ മകളുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ജോർജ് സമീപത്തെ വീടുകളിലെത്തി ചാക്ക് അന്വേഷിച്ചിരുന്നു. ഒരു ചത്ത പൂച്ചയുടെ മൃതദേഹം ശവം ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ചാക്ക് എന്നാണ് അദ്ദേഹം പരിസരവാസികളോട് പറഞ്ഞത് എന്ന് പരിസരവാസികൾ പറയുന്നുണ്ട്. ഏതായാലും തേവര പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിനായി മാറ്റിയിരിക്കുകയാണ്. വീടിനുള്ളിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. ഇയാളെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം മരിച്ച സ്ത്രീ ആരെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തിനിവിടെ എത്തിയെന്നും ആരാണ് ഈ സ്ത്രീ എന്നും കണ്ടെത്തുന്നതിനായി പോലീസ് വിശദമായി ജോർജിനെ ചോദ്യം ചെയ്തു വരികയാണ്. അല്പസമയത്തിനുള്ളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. രാജേഷ്, പ്രശാന്ത്, അവിടെ കൂടെ ഇരിക്കുന്നത് ആ ജോർജ് തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ജോർജ് അവിടെ കൂടെ ഇരുന്നത് എന്നുള്ള കാര്യത്തിൽ പോലീസ് അത്തരം കാര്യങ്ങൾ, പ്രാഥമികമായ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നോ? തീർച്ചയായും ഇതൊരു കൊലപാതകം തന്നെ എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം ഈ ജോർജിന്റെ വീടിനുള്ളിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വീടിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടതാകാം. അതിനുശേഷം മൃതദേഹം ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാവാം ചാക്ക് അന്വേഷിച്ചതെന്നാണ് കരുതുന്നത്. ഈ വീട്ടിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതാണ്. ഏകദേശം ഒരു 2.5-3 അടി മാത്രം വീതിയുള്ള ഒരു വഴിയാണ്. ഈ വഴിയിലൂടെ പുറത്തേക്ക് വാഹനത്തിൽ മറ്റും മൃതദേഹം നീക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ചാക്കിലാക്കി പുറത്തേക്ക് എത്തിക്കുവാനുള്ള നീക്കം നടന്നതാവാം എന്നാണ് പോലീസ് കരുതുന്നത്. ഏതായാലും ജോർജിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ സ്ത്രീ ആരാണ്, എവിടെ നിന്ന് വന്നതാണ്, ഇത്തരം വിശദാംശങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. ഏതായാലും കൊലപാതകം എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചും ഇത് ഒരു കൊലപാതകത്തിലേക്കുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. കാരണം രാവിലെ ഈ ജോർജ് എന്ന വ്യക്തി ചാക്ക് അന്വേഷിച്ച് സമീപത്തെ വീടുകളിൽ എത്തിയിരുന്നു. അത് തന്നെ ഇതിൽ ദുരൂഹതയുണ്ട്. അതേസമയം ഹരിതകർമ്മ സേനാംഗങ്ങൾ എത്തുമ്പോഴേക്കും ഇയാൾക്ക് ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ സാധിക്കാതെ വന്നതാകാം എന്നുള്ള സന്ദേഹങ്ങളാണ് അല്ലെങ്കിൽ സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഇതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. എന്തായാലും അല്പസമയം മുമ്പ് തന്നെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. നമുക്ക് സമീപവാസികളുടെ ആരുടെയും പ്രതികരണം ലഭിക്കാൻ സാധ്യതയുണ്ടോ പ്രശാന്ത്? മാത്രമല്ല, ഞാൻ ചോദിച്ച നേരത്തെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഒരുപക്ഷെ അതിൻ്റെ പ്രാഥമികമായ അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ, വിവരങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. അറിയാം, എങ്കിൽ പോലും നമുക്കൊരു ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ആ മൃതദേഹത്തിന് അരികിലിരിക്കുന്നത് ഈ ജോർജ് ആണോ? ജോർജ് അങ്ങനെ ആണെങ്കിൽ ജോർജ് എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെ ചിത്രം എടുത്തതാരാണ്? അവരുടെ വിശദീകരണം എന്താണ്? ഏത് സാഹചര്യത്തിൽ? അത്തരം കാര്യങ്ങൾ, എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് അല്ലെങ്കിൽ പ്രശാന്തിന് ലഭിച്ചിട്ടുണ്ടോ? സമീപവാസികൾ ആരുടെയെങ്കിലും പ്രതികരണം ലഭ്യമാകുമോ ഇപ്പോൾ? രാജേഷ്, തീർച്ചയായും ആ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി തന്നെയാണ് രാജേഷ്. ഇദ്ദേഹം രാവിലെ ഈ മൃതദേഹം കവർ ചെയ്യുന്ന സമയത്താവാം ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവിടെ എത്തിയതെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇവരെത്തിയ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെയാണ് ഈ ചിത്രങ്ങൾ പകർത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നാലെ നാട്ടുകാരും സ്ഥലത്തെത്തി. ഇതറിഞ്ഞ് വിവരമറിഞ്ഞ് പരിസരവാസികളെല്ലാം തടിച്ചുകൂടിയിരുന്നു. അവരിൽ ചിലരാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തത്. അപ്പോൾ ഈ മൃതദേഹത്തിന് സമീപത്ത് കാണുന്ന വ്യക്തി തന്നെയാണ് ജോർജ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. പരിസരവാസികളും നിരവധി പേർ ഈ ഭാഗത്ത് തന്നെയുണ്ട്. ഇവരിൽ പലരെയും ആദ്യം മൃതദേഹം കണ്ട ആളുകളെ പോലീസ് അവരുടെ വിവരങ്ങൾ തേടിയിരുന്നു. ചേച്ചി ഇവിടെയുള്ള വാർഡ് കൗൺസിലർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വാർഡ് കൗൺസിലർ, എൻ്റെ പേര് ബെൻസി ബെന്നി. ഇത് എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? ഞാനൊരു 6:20 ആയപ്പോൾ ഹരിതകർമ്മ സേനാംഗം അവിടെ വേസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ അവരാണ് എന്നെ വിളിച്ച് പറയുന്നത്, ഇങ്ങനൊരു മൃതദേഹം ചാക്കിൽ കെട്ടി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഞാനിവിടെ വരികയും നമ്മൾ മൃതദേഹത്തിനരികെ ജോർജ് എന്ന വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. ഉടനെ പോലീസ് വിവരം അറിയിക്കുകയും ചെയ്തു. ഇവിടെ വീടിനുള്ളിൽ ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ കണ്ടു എന്ന് പറയപ്പെടുന്നു. അത് നമുക്കറിയില്ല. നമ്മൾ പുറത്തു നിന്ന് മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഗേറ്റിന് പുറത്തു നിന്നാണ് നമ്മളിത് കണ്ടത്. അപ്പോൾ തന്നെ ഗേറ്റ് ലോക്ക് ചെയ്ത് പോലീസിനെ അറിയിക്കാനുണ്ട്. അകത്തേക്ക് നമ്മൾ ആരും കയറിയിട്ടില്ല. ഇത് ജോർജിന്റെ സ്വന്തം വീടാണോ അതോ വാടകയ്ക്ക് താമസിക്കുന്നത്? സ്വന്തം വീടാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. ഭാര്യയും മകളും മകളുടെ വീട്ടിൽ കുട്ടിയുടെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുന്നതെന്ന് ആണ്.
ദീർഘകാലമായി ഇവിടെ താമസിച്ചു വരുന്ന ആളാണ്. തീർച്ചയായിട്ടും അവർ എനിക്ക് തോന്നുന്ന ഒരു 40 വർഷത്തോളൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത്. എങ്ങനെ പോയാലും ഈ വാർഡിലെ കൗൺസിലർ എന്ന നിലയിൽ ജോർജിന് പരിചയമുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു രീതികളും കാര്യങ്ങളൊക്കെ വെച്ച് ഈ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇത് വെച്ച് സംശയിക്കത്തക്കതായി വല്ലതുമുണ്ടോ? അദ്ദേഹം അങ്ങനെ മദ്യപിക്കും, ഇങ്ങനെ കൊച്ചു കൊച്ചു എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും അദ്ദേഹത്തിനുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ മൃതദേഹം ചേട്ടനും കണ്ടായിരുന്നു. ഇവിടെ പരിസരവാസിയാണ്. ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇവരെ പരിചയം വല്ലതും ഉള്ളോ? ഈ സ്ത്രീ ഫോട്ടോ കാണിച്ചു തന്നായിരുന്നു, പോലീസ് കാണിച്ചു തന്നായിരുന്നു, ഞങ്ങൾ എന്നെ കൗൺസിലർ എല്ലാവരും കാണിച്ചു തന്നായിരുന്നു. പക്ഷെ നമുക്ക് പരിചയമുള്ളതായിട്ട് മലയാളിയായിട്ട് തോന്നുന്നില്ല. ലേഡിയെ ഏകദേശം എന്ത് പ്രായമുള്ള സ്ത്രീയായി? 50 വയസ്സിനടുത്ത്, 45-50 വയസ്സിന് പ്രായം തോന്നുന്നു. ഈ പരിസരത്തൊന്നും മുമ്പ് കണ്ടിട്ടില്ല, അറിയില്ല. ഈ ജോർജിനെ നേരത്തെ പരിചയമുണ്ടോ? ജോർജിനെ വർഷങ്ങളായിട്ട് അറിയുന്നു. ഇതൊരു കൊലപാതകം തന്നെ നിഗമനത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പോലീസ് എപ്പോഴാണ് ഇവിടെ എത്തിയത്? പോലീസ് അറിയിച്ച ഉടനെ എത്തി. 10 മിനിറ്റിനോ അവരുടെ സ്ഥലത്തെത്തിയുണ്ടായി. അന്വേഷണം നടക്കുകയാണ്. നിങ്ങളൊക്കെ സാക്ഷ്യപ്പെട്ടികയിലൊക്കെ? അതെ. എങ്ങനെയാണ് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ നൽകിയ വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ല, അവർ സ്ഥിരം വരുന്നത് പോലെ വന്നപ്പോൾ വേസ്റ്റ് എടുത്ത് കുനിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇവിടെ തറയിലിരിക്കുന്നതാണ് കാണുന്നത്. അവരുടെ അടുത്ത് ഒന്ന് എഴുന്നേൽക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ നോക്കുമ്പോൾ ബോഡി കാണുകയുണ്ടായിരുന്നത്. അവർ ഉടനെ എന്നെ വിവരം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നത്. തീർച്ചയായും അങ്ങനെയാണ് പ്രദേശവാസികൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ. ഹരിതകർമ്മ സേനാംഗങ്ങളാണ് വിവരം പങ്കുവച്ചത്. അതേ തുടർന്ന് കൗൺസിലർ ഇവിടെ എത്തുകയും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഇവിടെ എത്തുകയും ചെയ്തു. മൃതദേഹത്തിന് സമീപത്ത് ജോർജ് ഇരിക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. ഉടൻ തന്നെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ ചിത്രങ്ങൾ പകർത്തിയിരുന്നു. പ്രദേശവാസികളും വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങളാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭ്യമായത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ വഴിയാണ് ജോർജിന്റെ വീട്ടിലേക്കുള്ളത്. ഇയാൾ ഏറെക്കാലമായി ഇവിടെ താമസിച്ചു വരുന്നതാണ്, ഭാര്യയ്ക്കൊപ്പം താമസിച്ചു വരുന്നതാണ്. എന്നാൽ 2 ദിവസമായി ജോർജിന്റെ ഭാര്യ ഈ സ്ഥലത്തില്ലായിരുന്നു. ഇന്നലെ ഇദ്ദേഹം ഇടയ്ക്ക് മദ്യപിക്കുന്ന ആളൊക്കെയാണ്. ഒരുപക്ഷെ ഇന്നലെ മദ്യപിച്ചിരുന്നിരിക്കാം എന്ന് കരുതുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീ ഇവിടെ എപ്പോൾ എത്തി, എങ്ങനെ എത്തി, എന്തിനെത്തി എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏകദേശം 50 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും തേവര പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിസരവാസികളിൽ നിന്നും എല്ലാം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജേഷ്. എന്തായാലും പ്രശാന്താണ് വിശദമായ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഒരു കൊലപാതകമാണ് കൊച്ചിയിൽ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ വാർത്തയാണ് പ്രശാന്ത് പങ്കുവച്ചത്. കോന്തുരുത്തിയിൽ ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു.